ഹലോ മലയാളി സ്പോർട്സ് സോണിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക തമ്മിലുള്ള ഫസ്റ്റ് ODI മാച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിലവിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് 21 ഓവറുകളിൽ നിന്ന് 3 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യൻ ടീം 111 റൺസാണ് നേടിയിട്ടുള്ളത്. അതെ, നമുക്കറിയാം, ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ശ്രീലങ്ക 8 വിക്കറ്റ് നഷ്ടത്തിൽ നിശ്ചിത 50 ഓവറിൽ 230 റൺസ് ആയിരുന്നല്ലോ നേടിയിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ ടീം കൂളായിട്ട് വിജയിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഹിറ്റ്മാൻ രോഹിത് ശർമ്മ പൊള്ളിച്ചടുക്കിക്കൊണ്ടാണ് മടങ്ങിയിട്ടുള്ളത്. അതെ, 47 പന്തുകളിൽ നിന്ന് 7 ഫോറുകളുടെയും 3 സിക്സറുകളുടെയും സഹായത്തോടുകൂടെ 123 സ്ട്രൈക്ക് റേറ്റിൽ 58 റൺസാണ് ഹിറ്റ്മാൻ അടിച്ചു കൂട്ടിയിട്ടുള്ളത്. നമുക്കറിയാം, T20 വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞ് 1 മാസത്തെ ബ്രേക്കിന് ശേഷമാണ് രോഹിത് ശർമ്മ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. രോഹിത് പൊളിച്ചടുക്കിക്കൊണ്ട് തന്നെയാണ് മടങ്ങിയിട്ടുള്ളതും. എന്തായാലും ചില കിടിലൻ വമ്പൻ റെക്കോർഡുകൾ ഹിറ്റ്മാൻ കുറിച്ചിട്ടുണ്ട്. അതെ, അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഹിസ്റ്ററി ഇൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ്. അതെ, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു വമ്പൻ ചരിത്രം രോഹിത് ശർമ്മ തന്റെ പേരിൽ കുറിച്ചിരിക്കുന്നു. രോഹിത് ശർമ്മ ഹാസ് മോസ്റ്റ് സിക്സസ് ഇൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ആസ് എ ക്യാപ്റ്റൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നായകൻ എന്ന നിലയിൽ ഏറ്റവും അധികം സിക്സർ നേടുന്ന താരം രോഹിത് ശർമ്മയാണ്. വമ്പൻ ചരിത്രം തന്നെയാണിത്. മറ്റൊരു കിടിലൻ റെക്കോർഡ് കൂടി ഹിറ്റ്മാൻ തന്റെ പേരിൽ കുറിച്ചിട്ടുണ്ട്. യെസ്, രോഹിത് ശർമ്മ ഇസ് ദ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് പ്ലെയർ ടു കംപ്ലീറ്റ് 15,000 റൺസ് ആസ് ആൻ ഓപ്പണർ ഇൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഓപ്പണറായി ഇറങ്ങിക്കൊണ്ട് 15,000 റൺസ് തികയ്ക്കുന്ന ഏറ്റവും വേഗത്തിൽ തികയ്ക്കുന്ന രണ്ടാമത്തെ കളിക്കാരനായിട്ടും രോഹിത് ശർമ്മ മാറിയിരിക്കുന്നു. ഹിറ്റ്മാൻ വാട്ട് എ പ്ലെയർ എന്ന് തന്നെ വേണം പറയാൻ. 19,298 റൺസുമായി സനത് ജയസൂര്യയാണ് ഈ ഒരു റെക്കോർഡിൽ തലപ്പത്ത് നിൽക്കുന്നത്. രോഹിത് ശർമ്മയ്ക്ക് ജയസൂര്യയുടെ ആ ഒരു വമ്പൻ റെക്കോർഡും ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടതും. എന്തായാലും ഹിറ്റ്മാൻ പൊളിച്ചെടുക്കുന്നത് തുടരുകയാണ്. ODIയിലും രോഹിത് ശർമ്മയുടെ ലാസ്റ്റത്തെ 5 മാച്ചിലൊക്കെ റെക്കോർഡ് നോക്കിയാൽ മതി. മികച്ച കിടിലൻ റെക്കോർഡ് തന്നെയാണ് ഹിറ്റ്മാന്റെ സ്വന്തം പേരിലുള്ളത്. അപ്പൊ പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.